കേൾപ്പിച്ച് സുന്നത്ത് ജമാഅത്ത് തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും പുത്തൻവാദിയുണ്ടോ? നിങ്ങൾ വന്ന കാലിന്റെ മേലെ തിരിച്ചേക്കും കേട്ടോ, സംശയം വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മാറ്റം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ നേതാക്കന്മാരായ ആളുകൾ ഈ കാലമത്രയും പറഞ്ഞു വെച്ചതല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പുതിയ സംസാരങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം. സമസ്ത മുസ്ലിയാക്കന്മാർ കറാമത്തിന്റെ പേരിലും അല്ലാതെയുമൊക്കെ ഒരുപാട് കള്ളക്കഥകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ്ലാമാണെന്ന രീതിയിൽ ഇസ്ലാമികമല്ലാത്ത ഒരുപാട് ആശയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം സംസാരങ്ങളുടെ പ്രഭാഷണങ്ങളുടെ ക്ലിപ്പുകളൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ശക്തമായി എതിർത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അത്തരമൊരു സംസാരം കേട്ടപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിന്റെ ആ ഒരു ഭീഷണിക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മറുപടി പറയാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു സംസാരം നടത്തുന്നത്. ആദ്യം തന്നെ പറയട്ടെ, കമന്റ് ബോക്സിൽ വന്ന് തെറിയഭിഷേകം നടത്തുന്നതിന് മുമ്പ് ഇവിടെ പറയപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും നിങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. തംബ്നെയിലിൽ കാണുന്ന ഫോട്ടോ കണ്ട് വീഡിയോ വിലയിരുത്തരുത്. ഇതാരെയും കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്താനോ അല്ല. അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിട്ടുള്ള മാറ്റം പോലും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഭീഷണി ആദ്യം കേൾക്കാം. നമ്മുടെ സംഘടനയിൽ പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തും. അതിന്റെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് വല്ല ക്ലിപ്പിന്റെ കഷ്ണങ്ങളും മുറിച്ചെടുത്ത് അറിവില്ലാത്തവരുത്ത പറയുന്ന വർത്തമാനങ്ങളോ അല്ലെങ്കിൽ കേട്ടിട്ട് എന്താ അതിന്റെ നിജസ്ഥിതി എന്ന് അറിയാതെ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗങ്ങളോ അതിന്റെ ക്ലിപ്പ് കേൾപ്പിച്ച് സുന്നത്ത് ജമാഅത്ത് തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും പുത്തൻവാദിയുണ്ടോ? നിങ്ങൾ വന്ന കാലിന്റെ മേലെ തിരിച്ചേക്കും കേട്ടോ, സംശയം വേണ്ട. ആർക്കും സംശയമൊന്നും വേണ്ട. വന്ന കാലിൽ തന്നെ തിരിച്ചയക്കും എന്നാ പറഞ്ഞത്. അതല്ലാതെ വന്ന കാലിൽ തിരിച്ചു പോകില്ല എന്നുള്ള സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഭീഷണിയല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലിപ്പ് മുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ, ഇല്ലാത്ത കാര്യങ്ങൾ ഇവരുടെ പേരിൽ ആരോപിക്കുന്നതാണോ എന്നൊക്കെ ഉസ്താദിനെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. സമൂഹത്തിന്റെ മുന്നിൽ കറാമത്തിന്റെ പേരിൽ ഒരുപാട് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടുത്ത കാലത്ത് സമ്മതിച്ചതാണ്. പകര അഹ്സനിയെ പോലെ, മുള്ളൂർക്കര സഖാഫിയെ പോലെ, UK മജീദ് മുസ്ലിയാരെ പോലെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലെ പല മുസ്ലിയാക്കന്മാരും കറാമത്തിന്റെ പേരിൽ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ കള്ളക്കഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി രംഗപ്രവേശനം നടത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരും. നമുക്ക് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് തന്നെ ചോദിക്കാം. എന്താണ് ഉസ്താദെ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അങ്ങനെയാണല്ലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും അവരുടെ മനസ്സിൽ എല്ലാവരും നന്നാകണം എന്ന ആഗ്രഹമാണ് ഉണ്ടാവുക. അങ്ങനെ അവരുടെ ജീവിതം തന്നെ ജനങ്ങളുടെ ഹിദായത്തിനു വേണ്ടിയാണ്, ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കാൻ വേണ്ടിയാണ്. തൂബാ ലി അബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, ഖൈറിന്റെ താക്കോലായി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ചില അടിമകൾ ഉണ്ട്. വലിയ ഖൈറുകൾ വാരി വിതറിയ വലിയ ഒരു മഹാൻ, അതാണ് CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇവിടെ പേരോട് ഉസ്താദ് പറഞ്ഞു വെക്കുന്നത് ഖൈറിന്റെ താക്കോലുകളായി ചില അടിമകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. ജനങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുവാൻ വേണ്ടി, ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കുവാൻ വേണ്ടി, ഒരുപാട് ഖൈറുകൾ ലഭിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരി എന്നാണ്. ഇനി നമുക്കറിയേണ്ടത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിന് എന്ത് ഖൈറാണ് ലഭിച്ചിട്ടുള്ളത്, എന്ത് ഉപകാരമാണ് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. നമുക്കത് ഉസ്താദിൽ നിന്ന് തന്നെ കേൾക്കാം. കുട്ടിക്കാലത്ത് എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു. ആ രോഗം കാരണത്താൽ ഞാൻ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ കാണാൻ പോയി. നാദാപുരത്ത് ഒരു വീട്ടിൽ മഹാനവറുകൾ ഉണ്ടായിരുന്നു. ഞാൻ പേരോട് വെച്ച് നഹ്വിൻ്റെ കിതാബ് ഓതുന്ന സമയമാണ്. ഞാൻ മഹാനവറുകളെ കാണാൻ പോയി. എൻ്റെ പെങ്ങളെ വീട്ടിൽ CM വലിയുല്ലാഹിയെ അവരുടെ ഭർത്താവിൻ്റെ ബാപ്പ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ പഴയ കാലത്തുള്ള സംഭവങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ അവിടെ ചെന്നു. കണ്ടപ്പോൾ എന്നോട് ചില സൂറത്തുകൾ ഓതാൻ പറഞ്ഞു. എൻ്റെ രോഗം പറഞ്ഞപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ രോഗം എനിക്ക് ശേഷം ഇല്ല, ഇപ്പോഴും ഇല്ല.
അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു. സഹോദരങ്ങളെ, പേരോട് ഉസ്താദിനുണ്ടായ ഉപകാരം എന്താണ് എന്ന് പേരോട് ഉസ്താദിൽ നിന്ന് തന്നെ കേട്ടു. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുണ്ടായ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന്റെ രോഗത്തെക്കുറിച്ച് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞു. അതായത് ആ രോഗത്തിനുള്ള ശമനം ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ലഭിച്ചു എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. എന്നാൽ സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിന് പിന്നീടുണ്ടായ മാറ്റം എന്താണ്? അതാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഉസ്താദെ, ഇവിടെ നിങ്ങൾ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ നിങ്ങളുടെ രോഗം വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് രോഗം നിന്നു എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് പൂർണ്ണമായും ഷിഫ നൽകിയത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെയാണ് എന്ന് നിങ്ങൾ ഇവിടെ കൃത്യമായി പറഞ്ഞു വെച്ചു. അങ്ങനെ ഒരു മഹാനിൽ നിന്ന് നമുക്ക് നേർക്ക് നേരെ രോഗശമനം പ്രതീക്ഷിക്കാൻ വേണ്ടി പാടുണ്ടോ? അങ്ങനെ രോഗശമനം നൽകാനുള്ള കഴിവ് അള്ളാഹു മഹാന്മാർക്ക് നൽകിയിട്ടുണ്ടോ? സമസ്തയിൽ തന്നെയുള്ള പല ആളുകളും പറയുന്നത് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനും മഹാന്മാർക്ക് കഴിവുണ്ട്. അവർ ദിക്റിലൂടെയും ഫിക്റിലൂടെയും അത് നേടിയെടുത്തിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇവരുടെ കഴിവുകൾക്ക് പരിധിയില്ല. ലാ ഹദ്ദ എന്നാണ് UK മജീദ് മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, ഏത് പ്രയാസമായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് എന്ന് കൃത്യമായി പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നു. ഷെയ്ഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ! എന്റെ ആത്മാവിനെ പോലും നിയന്ത്രിക്കുന്നത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ പല കറാമത്തുകളായി പല കാര്യങ്ങളും സമസ്ത മുസ്ലിയാക്കന്മാർ പല സ്റ്റേജുകളിൽ നിന്നും പല പേജുകളിൽ നിന്നുമായി ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ പറഞ്ഞു വെച്ചത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഉസ്താദെ, ഇങ്ങനെ ഒരു മഹാനിൽ നിന്ന് ഷിഫ പ്രതീക്ഷിക്കുകയോ, ഇങ്ങനെ ഒരു മഹാനിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം പ്രതീക്ഷിക്കുകയോ, ഇങ്ങനെ ഒരു മഹാനിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പരിഹാരം പ്രതീക്ഷിക്കുകയോ, ഇങ്ങനൊരു മഹാനെ നേർക്കുനേരെ വിളിച്ച് സഹായം ചോദിക്കുന്നതും ശരിയായ അദബാണോ, ശരിയായ രീതിയാണോ? എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? തന്നെയാണ് തരുന്നത് എന്ന കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു. ഉസ്താദ്, ഇവിടെ മുഹീദ്ദീൻ ശൈഖ് മുഖേന അള്ളാഹു നമുക്ക് തന്നു എന്നതാണോ നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചത്? ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്റെ രോഗം വേണ്ട എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത്. എന്റെ രോഗം പറഞ്ഞപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ രോഗം എനിക്ക് ശേഷം ഇല്ല. അപ്പോൾ തന്നെ രോഗം അങ്ങോട്ട് പോയി, പിന്നീട് ആ രോഗം ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ പല മുസ്ലിയാക്കന്മാരും പല സ്റ്റേജുകളിൽ നിന്നായി പല രൂപത്തിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ മുള്ളൂർക്കര സക്കാഫിയും പകരവാപ്പൂട്ടി മുസ്ലിയാരും UK മജീദ് മുസ്ലിയാരും സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള നിരവധി മുസ്ലിയാക്കന്മാർ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഷിഫ നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് മുഹീദ്ദീൻ ശൈഖാണ് തന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിർക്കാണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്നാൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ മുഖേന ലഭിച്ചു എന്നാണ് പറയേണ്ടത്, CM മടവൂർ മുഖേന ലഭിച്ചു എന്നാണ് പറയേണ്ടത് എന്ന രൂപത്തിലാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം എന്നാ പറയുന്നത്. എന്നാൽ ഈ കാലമത്രയും നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പറഞ്ഞു വെച്ചത് അങ്ങനെയല്ലല്ലോ ഉസ്താദെ. അത് ശരിയായ രീതിയാണ്. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അദബല്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയായ അദബല്ല എന്നല്ലേ അതിനർത്ഥം? അതായത് നിങ്ങളുടെ ചെറുപ്പകാലത്ത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ നിങ്ങളുടെ രോഗം മാറ്റി തന്നു, നിങ്ങൾക്ക് ഇനി രോഗം വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് അത് ശരിയായ അദബല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ സഹോദരങ്ങളെ, ഉസ്താദിന് മാറ്റമുണ്ടായിട്ടില്ലേ? ഇനി സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് തന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവരുടെ പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ ആയിക്കൊണ്ട് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ പറഞ്ഞു വെച്ച കള്ളക്കഥകൾ ഒരുപാടുണ്ട്. പടച്ചോനാണെന്ന് തോന്നിപ്പോവുകയും പടച്ചോൻ പാട്ടിറങ്ങുകയും അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ കഴിവുകളൊക്കെ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർക്ക് ഉണ്ട് എന്ന രൂപത്തിൽ തന്നെ പല മുസ്ലിയാക്കന്മാരും പറഞ്ഞതും എഴുതി വെച്ചതുമൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. ഇവിടെ ഇത്തരം ഏർപ്പാടുമായി വരുന്ന ആളുകളെ മുജാഹിദുകൾ അതിശക്തമായി എതിർക്കുന്നുണ്ട്. എന്നാൽ മഹാന്മാരെ നിന്ദിക്കുവാനോ കറാമത്ത് നിഷേധിക്കാനോ മുഅ്ജിസത്ത് നിഷേധിക്കാനോ വേണ്ടിയല്ല അവർ പറയുന്നത് എന്നൊക്കെ മുസ്ലിയാക്കന്മാർക്കടക്കം പല ആളുകൾക്കും അറിയാം. കള്ളക്കറാമത്തും വ്യാജ മഹാന്മാരെയും സമൂഹത്തിന്റെ മുന്നിൽ മുസ്ലിയാക്കന്മാർ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതിൽ നിന്നാണ്
മുജാഹിദുകൾ ശക്തമായി എതിർക്കുന്നത്. നമുക്ക് പേരോട് ഉസ്താദിൽ നിന്ന് തന്നെ കേൾക്കാം. സമസ്ത മുസ്ലിയാക്കന്മാർ മഹാന്മാരുടെ മഹത്വമായിക്കൊണ്ടും കറാമത്തായിക്കൊണ്ടും ഒക്കെ പറയുന്നത് അത് മഹാന്മാരെ പുകഴ്ത്തലാണോ ഇകഴ്ത്തലാണോ, അത് മഹാന്മാരുടെ മഹത്വമാണോ, അത് മഹാന്മാരോടുള്ള സ്നേഹമാണോ എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. കറാമത്തായിട്ട് ഇങ്ങനെ വിളിച്ചെറിയാൻ എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളോടുള്ള സ്നേഹം? ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അവരെ അതപകേടാണത്, വലിയ പൂർത്തക്കേട് പറ്റും, ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ ഉസ്താദെ, നിങ്ങളടക്കം പല ആളുകളും പറഞ്ഞു വെച്ചതൊക്കെ കള്ളക്കഥകളാണ്, ഇത് മഹാന്മാരെ ഇകഴ്ത്തലാണ്, ഇത് അദബുകേടാണ് എന്ന് വ്യക്തമായി തന്നെ നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ രോഗം മാറ്റി തന്നത് ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരാണ് എന്നുള്ളത്, അത് ശരിയാണോ? അങ്ങനെ രോഗം മാറ്റുവാനുള്ള കഴിവ് ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർക്കുണ്ടോ? പേരോട് ഉസ്താദിൽ നിന്ന് നമുക്കത് കേൾക്കാം. അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. സഹോദരങ്ങൾ, ഇവിടെ പേരോട് ഉസ്താദ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞത്. അതല്ലാതെ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാന്മാർക്കോ ബദരീങ്ങൾക്കോ ഒന്നും രോഗം മാറ്റുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല. അത് പ്രമാണങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പേരോട് ഉസ്താദിന്റെ ഭീഷണിയെ നമ്മൾ ബഹുമാന പുരസ്സരം കാണുകയും രണ്ട് കാലിൽ നടന്നു പോവുകയും ചെയ്യുകയാണ്. അഹ്ലുസുന്നയുടെ പേരിൽ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകൾ ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നാം ജാഗ്രതരാകുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.